ചേർത്തലിലെ ദുരൂഹ തിരോധാന കേസുകളിൽ സെബാസ്റ്റ്യന്റെ മുൻ സുഹൃത്ത് റോസമ്മയുടെ വീട്ടിൽ റഡാർ പരിശോധന നടത്തി ക്രൈംബ്രാഞ്ച്. സംശയാസ്പദമായി ഒന്നും കണ്ടെത്തിയില്ലെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുനിൽ രാജ് പറഞ്ഞു. ലഭിച്ച തെളിവുകൾ വെച്ച് നിഗമനങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അന്വേഷണ സംഘം അറിയിച്ചു. ഇല്ല, അതിന്റെ ഒന്നും ഒരാവശ്യമില്ല. എന്തിനാണ് കസ്റ്റഡിയിൽ? ഇല്ല, പരിശോധിക്കേണ്ട കാരണം ഇതുമാത്രം ബന്ധപ്പെട്ടിട്ടുള്ള സംശയത്തിൽ മുമ്പ് ഇവിടെ സെബാസ്റ്റ്യൻ ഇവിടെ വരാറുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം ഇവിടെ പരിശോധിച്ചെന്നുള്ളൂ. നമ്മൾ തീർച്ചയായിട്ടും ഇത് ഐഷയുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ സെർച്ച് നടത്തിയിരിക്കുന്നത്. ഇല്ല, ബിന്ദു പത്മനാഭന്റെ കേസുമായിട്ട് ഇതിൽ യാതൊരു ബന്ധമില്ല. അത് ബിന്ദു പത്മനാഭന് ഈ സെബാസ്റ്റ്യന് ഈ റോസമ്മയ്ക്ക് അറിയാവുന്ന രീതി ഉണ്ട് എന്നുള്ള ഒരർത്ഥത്തിൽ മാത്രമാണ് നമ്മളിവിടെ പരിശോധന നടത്തിയത്. ഇതിനു മുമ്പും നമ്മളിവിടെ വന്ന് ചോദ്യം ചെയ്തിട്ടൊക്കെ ഉണ്ട്. സെബാസ്റ്റ്യന്റെ വീടിന്റെ അടുപ്പിൽ നിന്ന് കത്തിക്കരിഞ്ഞ ലേഡീസ് വാച്ചിന്റെ സ്ട്രാപ്പ് ലഭിച്ചു. മറ്റൊരിടത്ത് കൂടി റഡാർ പരിശോധന നടത്താനായി അന്വേഷണ സംഘം പുറപ്പെട്ടു. അശ്വിൻ പാലാഴിയുണ്ട് ചേർത്തലയിൽ നിന്ന്. അശ്വിൻ, ഇന്നത്തെ അന്വേഷണത്തിലെ പുരോഗതികൾ എന്തൊക്കെയാണ് അശ്വിൻ? നിർണായകമായ പല കാര്യങ്ങളും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ഈ റോസമ്മയുടെ വീട്ടിൽ നടത്തിയ തെളിവെടുപ്പായിരുന്നു പ്രധാനം. അതിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും കണ്ടെത്താനായിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അവിടെ ആവശ്യമായ കാര്യങ്ങളൊന്നും കിട്ടിയിരുന്നില്ല. എന്തായാലും ഇപ്പോൾ മറ്റൊരു തെളിവെടുപ്പ് കാര്യങ്ങളിലേക്ക് കൂടി ഇതാ അന്വേഷണ സംഘം പോവുകയാണ്. അത് ഈ സിന്ധു തിരോധാന കേസ്, അതായത് ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയ സിന്ധു തിരോധാന കേസുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ സിന്ധുവിൻ്റെ വീട്ടിലേക്കാണ് ഇപ്പോൾ ഈ റഡാർ ടീം പരിശോധനയ്ക്കായി പോകുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള സാന്നിധ്യമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. അതിനാണ്ട് ഈ തിരുവിഴ റെയിൽവേ ക്രോസിന് സമീപമാണ് സിന്ധുവിൻ്റെ വീടുള്ളത്. അത് അവിടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ എന്നുള്ള ഒരു റഡാർ വെച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത്. അത് നിർണായകമാണ്. ഇതുവരെ സെബാസ്റ്റ്യൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇവരുടെ കാര്യങ്ങളിലേക്ക് പോയിരുന്നില്ല. അത് ഇപ്പോൾ ഇതാ ഈ സിന്ധുവിൻ്റെ വീട്ടിലേക്ക് കൂടി പരിശോധനാ സംഘം കേന്ദ്രീകരിക്കുകയാണ്. എന്തായാലും അവിടെ എന്തെങ്കിലും നിർണായകമായി കിട്ടുമോ എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട്. അശ്വിൻ പാലാഴിയാണ് ഇപ്പോൾ ചേർത്തലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.